ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ആപ്പിൽ പരിചയപ്പെടുന്നത് നമ്മൾ സാധാരണ ഈ ഷിപ്മെൻറ്റ് ഡെലിവറി ചെയ്യുന്ന രണ്ട് രൂപത്തിലാണ്. ഒന്ന് പ്രീപെയ്ഡ് ഡെലിവറി ഉണ്ടാകും, മറ്റൊന്ന് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാകും. നമ്മൾ എങ്ങനെയാണ് ഇത് രണ്ടും നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ആപ്പിൽ പരിചയപ്പെടുത്തുന്നത്. ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഷിപ്മെൻറ്റ് പ്രീപെയ്ഡ് ഡെലിവറി എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആ സമയത്ത് അതിൻ്റെ ഹോം പേജിലേക്ക് കടക്കുമ്പോൾ അത് റെസ്യൂം ഡെലിവറി എന്ന് പറയുന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ കാണിക്കുന്ന ഒരു സ്കാനർ ആയിരിക്കും. ഈ സ്കാനറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ കാണിക്കുന്നത് സ്കാൻ ബാർകോഡ് എന്നായിരിക്കും. ആ സ്കാൻ ബാർകോഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എത്തുന്നത് ഒരു ക്യാമറ ഓപ്പൺ ആയിരിക്കും. അതിൽ നമ്മുടെ കയ്യിലുള്ള ഷിപ്മെൻറ്റിൻ്റെ ലാബിൽ കാണിച്ചു കൊടുക്കുക. ആ സമയത്ത് അത് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിലേക്ക് ഇതിപ്പോൾ നമ്മൾ ക്യാഷ് അടച്ച ഒരു ഷിപ്മെൻ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ മുകളിൽ ഇങ്ങനെ OTP ചോദിക്കുന്നത്. മുകളിൽ ശ്രദ്ധിച്ചാൽ OTP ചോദിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഇതിന് വേറെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ എഴുതി വെച്ചേക്കാണ് സ്കാൻ ഫ്ലെയർ കോഡ്സ് ആൻഡ് മാർക്ക് ഡെലിവേർഡ് എന്നുണ്ട്. ഇവിടെ നമ്മൾ 3 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കസ്റ്റമറിന് നമ്മൾ സാധനം ഷിപ്മെൻറ്റ് നമ്മൾ കൈമാറുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 3 കാര്യം. ഒന്ന്, ചിലപ്പം നമുക്ക് ഷിപ്മെൻറ്റ് കൊടുക്കാൻ ഒരു OTP മാത്രം അടിച്ചാൽ മതിയാകും. ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഇതിൽ അടിയിൽ എഴുതി കൊടുത്തതുപോലെ സ്കാൻ ഫ്ലെയർ കോഡ് ആൻഡ് മാർക്ക് ഡെലിവേർഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു OTP മാത്രം അടിച്ചാൽ പോരാ. അതേ സ്ഥാനത്ത് ആ ഷിപ്മെൻറ്റ് മേൽ ഫ്ലെയർ കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണിക്കും. ആ ഫ്ലെയർ കോഡ് നമ്മൾ ഇതിൽ സ്കാൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് OTP അടിച്ചു കൊടുത്താൽ സാധനം നമുക്ക് കൈമാറാൻ പറ്റും. മൂന്നാമത്തെ ഒരു വിഷയം വരുന്നത് ചിലപ്പോൾ ഫ്ലെയർ കോഡ് അടിച്ചാൽ ചിലപ്പോൾ കൊടുക്കാൻ കഴിയില്ല. 2 ഫോട്ടോ എടുക്കണം. ഈ ലേബലിൻ്റെ ഫോട്ടോ എടുക്കാനുണ്ടാകും, അതുമേലുള്ള സ്കാനറും ഫോട്ടോ എടുക്കാനുണ്ടാകും. ഇത് രണ്ടും കൂടെ ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ OTP അടിച്ചിട്ട് നമ്മൾ കസ്റ്റമറിന് നമ്മൾ അതെന്ത് ചെയ്യുക, കൈമാറാൻ പറ്റും. ഇങ്ങനെ 3 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഒന്ന് OTP മാത്രമായിരിക്കും ഉണ്ടാവുക, ചിലപ്പം എന്തായിരിക്കും ഫ്ലെയർ കോഡ് കൊടുക്കാണ്ടാവും, ചിലപ്പോൾ ഫ്ലെയർ കോഡ് കൊടുക്കാണ്ടാവും, 2 ഫോട്ടോയും കൊടുക്കാണ്ടാവും. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിനനുസരിച്ചിട്ട് നമ്മൾ കൈമാറാം. ഇപ്പോൾ ഫ്ലെയർ കോഡ് എന്താ ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. ഫ്ലെയർ കോഡ് കാണിക്കുന്നത് ആ ഫ്ലെയർ കോഡ് നേരെ സ്കാനറിൻ്റെ നേരെ കാണിച്ചപ്പോഴേക്ക് അത് സ്കാനായി. അതുകൊണ്ട് പിന്നെ OTP കാണിച്ചു. ഇനി OTP നമ്മൾ എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. ആ OTP കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റമറിനെ വിളിക്കണം. കസ്റ്റമറിനെ വിളിക്കാൻ നമ്പർ ഉണ്ടാകും. ആ നമ്പറിൽ കോൾ ചെയ്യുക. അവരോട് പറയാം OTP ഉണ്ട്, ആ OTP ഒന്ന് പറഞ്ഞു തരുന്നത്. അവരെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ OTP പറഞ്ഞ് അവരുടെ മെസ്സേജിലുണ്ടാകും, അല്ലെങ്കിൽ വാട്സപ്പിലുണ്ടാകും. അത് ഓരോ കമ്പനിയുടെ ഈ പ്രൊഡക്റ്റ് അനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ അവർ നമുക്ക് OTP പറഞ്ഞു. നമ്മളത് അടിച്ച് 49 19 അടിച്ചപ്പം അത് ഓക്കെയാണ്. ഇനി നമ്മുടെ കസ്റ്റമറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അടിയിൽ മാർക്ക് ഡെലിവേർഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി അത് പൂർണ്ണമായി നമുക്ക് കസ്റ്റമറിന് സാധനം കൈമാറും. ഇനി അടുത്ത് ഷിപ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ഇത് വളരെ സിമ്പിൾ വിഷയമാണ്. കാരണം നമ്മൾ സാധനം കൊടുക്കുന്നു, ക്യാഷ് വാങ്ങുന്നു. ഇതാണ് ഇത് ചെയ്യാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഹോം പേജിലേക്ക് കടക്കുന്നു. അതിൽ ഒരുപാട് വ്യക്തികൾക്ക് സാധനം കൊടുക്കാനുണ്ടാകും. അതിൽ ക്യാഷ് കൊടുക്കാത്ത ആളാരാണോ അവർക്ക് ക്യാഷ് തരാത്ത ആളുകളുണ്ടാകും. ക്യാഷ് നേരത്തെ അടക്കാത്ത ആളുകൾ അവർക്ക് സാധനം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ AD എന്ന് പറയുന്ന വ്യക്തിയെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം ക്യാഷ് അടച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ സെലക്ട് ചെയ്തപ്പോൾ കാണാം 207 രൂപ അദ്ദേഹം നമുക്ക് തരാനുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അടിയിൽ കാണാം സ്കാൻ ടു കളക്ട് പേയ്മെൻറ്റ് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഓപ്പൺ ആകും. ആ സമയത്ത് ഷിപ്മെൻറ്റിൻ്റെ ലേബൽ കാണിച്ചു കൊടുത്താൽ അത് സ്കാൻ ആവുകയും അദ്ദേഹം നമുക്ക് പൈസ തരാനുള്ള 2 ഓപ്ഷൻ അവിടെ കാണിക്കും. ഒന്ന് ക്യാഷ് നമുക്ക് വാങ്ങുകയും ചെയ്യാം, അല്ലെങ്കിൽ അവിടെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ടാകും സ്കാനർ എന്നുള്ളത്. ആ സ്കാനർ അവർക്ക് കാണിച്ചു കൊടുത്താൽ അവർ മൊബൈൽ സ്കാൻ ചെയ്താൽ ക്യാഷ് അവർ കമ്പനിയിലേക്ക് കയറും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വാങ്ങാം. 2 ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. ഏതായാലും 2 ഓപ്ഷൻ കഴിഞ്ഞാലും അവിടെ അവസാനം കസ്റ്റമർ എന്നൊരു കാണിക്കും. ആ കസ്റ്റമറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മാർക്ക് ഡെലിവറി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇതുകൂടെ ഷിപ്മെൻറ്റ് നമുക്ക് കസ്റ്റമറിന് കൈമാറാൻ പറ്റും. ഇപ്പോൾ 2 കാര്യങ്ങളും ഇവിടെ കഴിഞ്ഞു. ഒന്ന് പ്രീപെയ്ഡിൻ്റെതും കഴിഞ്ഞു, ക്യാഷ് ഓൺ ഡെലിവറിൻ്റെതും കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം.